ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പാർത്ഥൻ രവി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരു ചലഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ്, അതും 24 മണിക്കൂർ നോ സ്ലീപ്പ് ചലഞ്ച്. ഇന്ന് നമ്മൾ 24 മണിക്കൂർ ഉറങ്ങാനേ പോകുന്നില്ല, ഫുൾ ഓൺ ആയിരിക്കും. ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി 24 മണിക്കൂർ കുളിയും നനയൊന്നും ഇല്ല. അപ്പോ നമുക്ക് നേരെ തുടങ്ങാം. 9:30ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളപ്പോൾ കൃത്യം 9:30ക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ചലഞ്ച് ചെയ്യുന്നത് രാത്രിയാണ്. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തപ്പോഴാണ് അനിയൻ പമ്പിലേക്ക് പോകുന്നത് കണ്ടത്. അവൻ അവിടുത്തെ സൂപ്പർവൈസറാണ്. അങ്ങനെ ഞാനും കൂടെ പോയി. അപ്പോൾ ഇവിടുത്തെ പമ്പിൽ ലോഡ് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ലോഡൊക്കെ ഇറക്കുന്നത് കാണുന്നത്. എന്തായാലും നല്ല രസമുണ്ട്. ഇതുപോലെയുള്ള വണ്ടിയിലാണ് പെട്രോളും ഡീസലും കൊണ്ടുവരുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ താഴെ കാണുന്ന അടപ്പൊക്കെ തുറന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ കാണുന്നത്. ആഹാ, ഇവിടത്തെ ഒരു കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം കൈമാറുന്നുണ്ട്. നമുക്ക് പെണ്ണുമില്ല, ഒന്നുമില്ല. 9:45 ആയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. പിന്നെ അവിടെ ഇങ്ങനെ കുറെ നേരമൊക്കെ നിന്നൊക്കെ സമയം കുറച്ച് കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ 11 മണിയായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിലിത് അച്ഛനും അമ്മയും നല്ല ഉറക്കമായി. പക്ഷെ നമ്മളെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ സ്വന്തം അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ നമ്മൾ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. അപ്പുക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് വലിയ സ്നേഹമാണ്. സോ ഗായ്സ്, അപ്പോൾ ഇനിയാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ചൂട് തണുത്ത പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ പെരട്ടും. ഇപ്പൊ പിന്നെ നല്ല വിശപ്പുള്ളത് കൊണ്ട് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഭയങ്കര കൂടുതലാണ്. ഇന്ന് രാത്രി ഇനി വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ് നമ്മുടെ രാത്രി ഭക്ഷണം. സമയം 11:30 കഴിഞ്ഞു. നമ്മൾ ചലഞ്ച് തുടങ്ങിയിട്ട് 2 മണിക്കൂർ ആയിട്ടേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ ഈ ചലഞ്ച് രാത്രി സ്റ്റാർട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ രാവിലെ തുടങ്ങിയാൽ ആസ് യൂഷ്വൽ നമുക്ക് രാത്രി വരെ ഉറക്കം വരില്ല. നമുക്ക് രാത്രി ഉറങ്ങാതിരുന്നാൽ പിറ്റേ ദിവസം രാവിലെ കിടന്നുറങ്ങാം. പക്ഷെ രാത്രി ഉറങ്ങാതിരുന്നിട്ട് പിറ്റേ ദിവസം ഫുള്ള് നമ്മൾ പിടിച്ചു നിൽക്കണം. അതൊരു വെറൈറ്റി അല്ലേ. ഒരു 12 മണിയൊക്കെ ആയ സമയത്ത് ഭയങ്കര രീതിയിൽ എനിക്കങ്ങ് ഉറക്കം വന്നു. പിന്നെ അങ്ങോട്ട് കോട്ടുവായികളുടെ മേളമായിരുന്നു. ചെറുതായിട്ട് കണ്ണ് ചുവന്നിട്ടുണ്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു ചടപ്പ് പോലെയാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കായിരുന്നു. പക്ഷേ എല്ലാവരും നല്ല ഉറക്കമായി. എന്തായാലും വിഷയമില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ ആരാണ്? മോൺസ്റ്റർ. ഒരു 1:10 ആയപ്പോൾ ഞാൻ നേരെ ഗെയിം എടുത്തു. പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല. ഞാൻ കുറേ നേരം ഗെയിം കളിക്കും. ഞാൻ കളിക്കുന്നത് വണ്ടി ഓടിക്കുന്ന ഗെയിമാണ്, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഫ്രീ ഫയർ ഒന്നും കളിക്കാനായിട്ട് സാധിക്കില്ല, കാരണം അമ്മയും അച്ഛനും ഒക്കെ നല്ല ഉറക്കമാണ്. നമ്മൾ വെറുതെ ഇവിടെ ഇരുന്ന് വെട്ടടാ കുത്തടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി സീനാവും. അവർക്ക് കഴിഞ്ഞ് അയച്ചു വരും. അതോടെ എൻ്റെ ചലഞ്ചും തീരും. എന്നെ പിടിച്ച് ചേർത്ത് ഉറക്കുകയും ചെയ്യും. സമയം കൃത്യം 2 മണിയായി. പിന്നെ ഒന്നും നോക്കിയില്ല, ബാറോസ് ഇടാന്ന് വിചാരിച്ചു. ഏട്ടൻ 4 കൊല്ലം കൊണ്ട് സംവിധാനം ചെയ്ത പടമാണ്. പടം ഞാൻ ഇട്ടത് മുതൽ ഈ ഒരേ ഒരു ഇരിപ്പാണ് ഞാൻ ഇരിക്കാൻ തുടങ്ങിയത്. ഉറങ്ങാതിരിക്കാനാണ് ഞാൻ ബാറോസ് ഇട്ടത്. മിക്കവാറും എന്നെ ഉറക്കുമെന്നാണ് തോന്നുന്നത്. ഏട്ടൻ്റെ പടം കണ്ട് ഞാൻ 8 കോട്ടുമായി കൂടുതൽ ഇട്ടതല്ലാതെ വേറെ ഒരു കാര്യമില്ല. പിന്നെ ഞാൻ 2.5 മണിക്കൂറുള്ള സിനിമ 1 മണിക്കൂർ കൊണ്ട് സ്കിപ്പ് ചെയ്ത് ഞാൻ കണ്ടു തീർത്തു. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങാതിരിക്കാനാണ് പടം ഇട്ടത്. പക്ഷേ 10-20 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഒരു പടമായി. ഇനിയും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചലഞ്ച് ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. അജാതി പടം. വെളുപ്പാങ്കാലത്തും നമ്മൾ നല്ല കട്ടയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നല്ല പാട്ടൊക്കെ കേട്ട് മോട്ടിവേറ്റ് ആയി നിൽക്കുകയാണ്. എന്നിൽ ഇരിങ്ങി തുടങ്ങിയ തീക്കനൽ, ആ പാട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത കാര്യത്തിലോട്ട് പോവാം. നമ്മളെന്തായാലും ഉറങ്ങുന്ന പരിപാടിയേ ഇല്ല ഗായ്സ്. അങ്ങനെ അമ്മയും അച്ഛനും അനിയനും നല്ല സുഖ ഉറക്കമാണ്. വെളുപ്പം കാലത്തെ ചെറിയ തണുത്ത ക്ലൈമറ്റൊക്കെ അടിച്ചാൽ എങ്ങനെയാണ് ഉറങ്ങാതിരിക്കുക. ഇനി നമുക്ക് ഒരു പഴം കഴിക്കാം. അച്ഛൻ ഇവിടെ നല്ല കിടിലൻ കപ്പപ്പഴം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം കിട്ടും. ബൈ പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു 4:40 ആയപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ TV ഇട്ട് ആദ്യം കണ്ട വാർത്ത തന്നെ ഒരു കൊമ്പൻ്റെ കാര്യമാണ്. ഏതോ ഒരു ആന ഏതോ ഒരു കാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് സിനിമയാണ് ഗായ്സ് ഇത്. രാപ്പകൽ. മമ്മൂക്കയൊക്കെ വൻ അഭിനയമാണ്. ഈ കാണുന്ന സീനൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിരിക്കാറുണ്ട്. പാവം തന്നെയല്ലേ. അങ്ങനെ കൃത്യം 5 മണിക്ക് തന്നെ അച്ഛൻ്റെ അലാറം അടിച്ചു. ഇനി എൻ്റെ വീട്ടിൽ അടുപ്പൊക്കെ പുകയാൻ പോവുകയാണ്. അച്ഛനും അമ്മയൊക്കെ രാവിലെ എഴുന്നേക്കും. അതുപോലെ തന്നെ കറിക്കരിയൽ, കറി വയ്ക്കൽ, ഇതുപോലെയുള്ള പല കാര്യങ്ങളും സൂര്യൻ വരുന്ന മുമ്പേ തന്നെ എൻ്റെ വീട്ടിലെല്ലാം തീരും. കാരണം അമ്മയ്ക്കും അച്ഛനും ജോലിക്ക് പോകണം. ഗായ്സ്, അങ്ങനെ എൻ്റെ പൊന്നാര അച്ഛൻ എനിക്ക്
ഒരു നല്ല കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. കട്ടൻ കാപ്പിയല്ല, സാധാ തേയില വെള്ളം എന്തായാലും കൊള്ളാം. രാവിലെ ഇത് കുടിക്കുമ്പോൾ തന്നെ ഒരു ഉന്മേഷമൊക്കെയാണ്. അങ്ങനെ സൂര്യൻ പുറത്തേക്ക് വരാൻ പോവുകയാണ്. നേരം പരപരാന്ന് വെളുത്ത് തുടങ്ങി. ഇത് കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ടെങ്കിലും നമ്മളിന്ന് രാത്രി വരെ പിടിച്ചു നിൽക്കണം. അതൊരു ടാസ്ക് തന്നെയാണ്. ഇത് കണ്ടോ ഗൈസ്, ഒരു പാവം വവ്വാൽ ഷോക്കടിച്ച് ചത്ത് കിടക്കുന്നതാണ്. പക്ഷേ രാവിലത്തെ കാഴ്ച തന്നെ ഇതായിപ്പോയി. വളരെ വേദനാജനകമാണ്. ഇനി എൻ്റെ മോർണിംഗ് റൊട്ടീനാണ്. അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു പല്ല് തേക്കാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാറില്ല. പക്ഷേ ഇന്നലെ രാത്രി ഉറങ്ങാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ വെള്ളം കുടിച്ചത്. കാരണം നമ്മൾ പല്ല് തേക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് വൃത്തിയായിട്ടിരിക്കുകയെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ചു. പിന്നെ ഞാൻ ഒരു തരത്തിലുള്ള ഫേസ് വാഷുകളും യൂസ് ചെയ്യാറില്ല. ഒരു തരത്തിലുള്ള ക്രീമുകളും ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ ലോകത്തിലെ കോടിക്കണക്കിന് ചെറുപ്പക്കാരുടെ ഫേസ് വാഷായ വാട്ടർ ഫേസ് വാഷാണ് ഞാനും യൂസ് ചെയ്യുന്നത്. ഫുള്ളി നാച്ചുറൽ. ഗായ്സ്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഉറക്കം വരുന്നുണ്ട്. നല്ലൊരു കിടിലൻ ക്ലൈമറ്റ്. ശരീരം പറയുന്നു കിടന്നുറങ്ങാനായിട്ട്, മനസ്സ് പറയുന്നു കിടന്നുറങ്ങി നീ അടി വാങ്ങുമെന്ന്. ഗായ്സ്, സമയം 9:04 ഇന്നലെ ഞാൻ ഏകദേശം ഇതേ സമയത്താണ് രാവിലെ ഞാൻ എണീറ്റത്. പക്ഷേ നമ്മൾ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് രാത്രിയാണ്. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും നമ്മളെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ സമയം 9:04. ഇനി ഒരു 26 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ 12 മണിക്കൂർ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ അപ്പുക്കുട്ടൻ വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് പറയാനായിട്ട്. അപ്പോൾ എന്തായാലും നല്ല സ്നേഹമാണ് അവൻ. രാവിലെ തന്നെ നമ്മളെയൊക്കെ അന്വേഷിച്ചൊക്കെ വരും. എന്നെ ഇത്തിരി പേടിയുണ്ട് കേട്ടോ, അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ അധികം വരാറില്ല. പക്ഷേ എന്നെ ചുറ്റിപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാറുണ്ട്. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഒരു 12 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചലഞ്ച് ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ എല്ലാ പോരായ്മകളും ഈ വ്ളോഗിലുണ്ട്. നിങ്ങൾ ഈ വ്ളോഗിൻ്റെ മുഴുവനും എന്നെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. എനിക്ക് ഇതെല്ലാം ചെയ്യാൻ ഒരു കൂട്ടിനൊരാൾ കിട്ടുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ചെയ്ത് മോൺസ്റ്ററായിട്ട് പോകാം. അപ്പോൾ എന്തായാലും 12 ഹവേഴ്സ് കംപ്ലീറ്റഡ്. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമാണ്. നല്ല ചൂട് പുട്ട്, അതുപോലെ തന്നെ ഒരു കപ്പപ്പഴം, പിന്നെ ബാക്കി വന്ന ഇറച്ചി. അതായത് ഇന്നലെ ബാക്കി വന്ന ഇറച്ചി ഞാൻ കുറച്ചൊന്ന് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉറക്കം പോകാനായിട്ട് ഞാൻ എൻ്റെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി. അപ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് ഉന്മേഷം കിട്ടിയതുപോലെ ആയി. സോ ഗായ്സ്, അപ്പോൾ സമയം 10:30 അപ്പോൾ ഇനി കുറച്ച് പണിയുണ്ട്. എനിക്ക് യൂട്യൂബിൽ ഷോർട്സ് ഇടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട്. ഈ സൈഡിൽ കാണുന്നത് ആ പരിപാടിയാണ്. ഇതാണ് എൻ്റെ 10ാം ക്ലാസ്സിലെ ഓട്ടോഗ്രാഫിന്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോഗ്രാഫിന്റെ വീഡിയോ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ അതിന് വ്യൂസ് കയറിയില്ല. അപ്പോൾ നമുക്ക് വ്യൂസ് ഇല്ലാത്തതിന് വ്യൂസ് കയറ്റാനായിട്ട് പറ്റിയ ഒരു കാര്യമാണ് ഷോർട്സ് എന്ന് പറയുന്നത്. നമ്മൾ അപ്ലോഡ് ചെയ്ത ലോങ് വീഡിയോസിന്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കയറി പോകും. അങ്ങനെ അത് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ലോങ് വീഡിയോസിലോട്ട് കുറച്ച് വ്യൂസ് കൂടി കയറി വരും. എങ്ങനെയാണ് അത് കയറുന്നത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഷോർട്സിന് താഴെ ലോങ് വീഡിയോയുടെ ലിങ്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. റിലേറ്റഡ് വീഡിയോ എന്നാണ് ആ ഒരു ഓപ്ഷന്റെ പേര്. അതൊന്ന് കൊടുത്താൽ മതി. നമ്മുടെ ലോങ് വീഡിയോയുടെ ലിങ്ക് ഈ ഒരു ഷോർട്സിന്റെ താഴെ വന്ന് കിടക്കും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഫുഡ് മുഖ്യം ബിഗിലെ. ഞാനങ്ങനെ കറക്റ്റ് 1 മണിക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചു പോയി. തൈരും രസവും അച്ചാറും ചോറും ഞാൻ എടുത്തു. ബാക്കി ഒരു കൂട്ടാനും ഞാൻ കഴിക്കാറില്ല. ചോറ് കഴിച്ച് ഞാൻ മടുത്ത്. 24 വർഷം കൊണ്ട് ഞാൻ ചോറ് കഴിക്കുന്നു. നിങ്ങൾക്ക് എന്താ ആർക്കും ഒന്നും മടുക്കാത്തെ? അവസാനം ഞാൻ എല്ലാം കൂടി ഒന്ന് കൂട്ടി കലക്കി ഒരു കഞ്ഞി പരുവാക്കിയിട്ട് അത് കുടിച്ചു. ഗായ്സ്, മണി 2:10 പോവാണ്. എനിക്കിങ്ങനെ വലിയ ഉറക്കം വരുന്നൊന്നുമില്ല. പക്ഷെ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തൽക്കാലം ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. ടി.വി. ദി കിങ് ഓഫ് കൊത്തയാണ് ഗായ്സ്. ഇനി നമ്മുടെ ചലഞ്ച് തീരാനായിട്ട് വെറും 5 മണിക്കൂർ. അപ്പോൾ രാത്രി തുടങ്ങിയത് എന്തായാലും നന്നായി. ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇന്നലെ രാവിലെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് രാവിലെ ആകുമ്പോൾ കയറി കിടന്നുറങ്ങായിരുന്നു. പക്ഷേ ഇതും കൊള്ളാം, നല്ലൊരു രസമുണ്ട്. ഇനി എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അച്ഛനമ്മയൊക്കെ വരും. അപ്പോൾ സമയം ടപ്പേന്നങ്ങ് പോകും. ഒരു 5:15 ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് ശുദ്ധവായുവും കിട്ടും, ഉറക്കക്ഷീണം ഉണ്ടെങ്കിൽ അതും മാറും.
പിന്നെ കുറെ പൂവിൻ്റെയൊക്കെ ഭംഗിയും ആസ്വദിക്കാം. എൻ്റെ വീട്ടിൽ അത്യാവശ്യം ചെടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണല്ലേ കാണാനായിട്ട്. പിന്നെ ഇതിൽ ഇതുവരെ പൂക്കളൊന്നും പൂത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവില്ലെന്ന്. എന്തായാലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് രാവിലെ കാണിച്ചതാണ് ഒരു വവ്വാല് ചത്ത് തൂങ്ങി കിടക്കുന്ന കാര്യം. ഷോക്ക് അടിച്ചതാണ്. ഇപ്പോൾ നമുക്കത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എന്തായാലും പാവം തന്നെ. ബൈ ഇതാണ് ഗൈസ് എൻ്റെ വീട്. വീടിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. ഇനി അഡ്രസ്സ് തപ്പി ഒന്ന് തല്ല് തരാനാണെങ്കിൽ അതൊന്നും നടക്കൂല മക്കളെ. ഫൈനലി അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോയിട്ട് വന്നു. അങ്ങനെ അച്ഛൻ എനിക്ക് നല്ല കിടിലൻ മഫി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിക്കാറുണ്ട്. 2025 ഞാനൊരു തീരുമാനം എടുത്തായിരുന്നു, ഇനി മുതൽ സ്നാക്സ് ഒന്നും കഴിക്കില്ല, ജങ്ക് ഫുഡ് കഴിക്കില്ല എന്ന്. ആരോട് പറയാൻ. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ വൻ തീറ്റിയായിരുന്നു. രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറേ സീരിയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയുടെ കുടുംബശ്രീ ചാരുതയും മാംഗല്യവും അതും ഇതുമൊക്കെ ആയിട്ട് അങ്ങ് സമയം ദദാന്ന് പറയുന്നത് അങ്ങ് പോകും. ഇന്നത്തെ സ്പെഷ്യൽ ഫുഡാണ് ഏത്തപ്പഴം പുഴുങ്ങിയത്. നമ്മൾ എല്ലാ ദിവസവും ജങ്ക് ഫുഡ് മാത്രം കഴിച്ചാൽ പോരല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഗുണമുള്ളതും കൂടെ കഴിക്കണം. അതാകുമ്പോൾ ജങ്ക് ഫുഡും നല്ല ഫുഡും കൂടി അങ്ങോട്ട് ടാലി ആയിക്കോളും. ഗായ്സ്, മണി അങ്ങനെ 8:11 അപ്പോൾ നമ്മൾ 9:30 അടുത്തുകൊണ്ടിരിക്കുകയാണ്. 1-2 പേര് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടുമായിരുന്നു. നല്ല നല്ല വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒറ്റയ്ക്കായി പോയി. പക്ഷേ കുഴപ്പമില്ല, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണെന്ന് നമുക്ക് പിന്നീട് പറയാം. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ചലഞ്ചിൽ വിൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ എഫർട്ട് ഇട്ടൊരു കാര്യം ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തത് കൊണ്ട് ഞാൻ വിചാരിച്ചൊരു ഇമ്പാക്റ്റ് ഒന്നും വന്നില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. ഇനിയും ഇതുപോലെയുള്ള ചലഞ്ചുകൾ കൊണ്ടുവരാം. സോ ഗായ്സ്, അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.